രാവിലെ കണ്ണു തുറന്ന ഉടനെ അടുക്കളയിൽ കയറുമ്പോൾ സിങ്കിൽ കിടക്കുന്ന പാത്രങ്ങൾ കണ്ടിട്ട് തന്നെ ഒരു ക്ഷീണം തോന്നാറുണ്ടോ? സോഫയിൽ ചിതറിക്കിടക്കുന്ന തുണികൾ, മേശപ്പുറത്ത് കിടക്കുന്ന കുപ്പികൾ, കളിപ്പാട്ടങ്ങൾ, ഒരു മൂലയിലായി കിടക്കുന്ന ചെരുപ്പുകൾ, ഒന്നും ചെയ്യാൻ തോന്നാത്ത ഒരു മടി, അത് മനസ്സിലേക്ക് കയറി വരാറുണ്ടോ? സത്യം പറഞ്ഞാൽ വീട്ടമ്മമാരുടെ ക്ഷീണം ശരീരത്തിലല്ല, മനസ്സിലാണ്. ഒരു ദിവസം മുഴുവൻ ഓടിപ്പണിയെടുത്ത് രാത്രി കിടക്കാൻ പോകുമ്പോഴും മനസ്സ് ചോദിക്കും, നാളെ രാവിലെ ഇതൊക്കെ വീണ്ടും ചെയ്യേണ്ടതല്ലേ എന്ന്. പക്ഷേ ജപ്പാനിൽ പല അമ്മമാർക്കും ഉള്ള ഒരു ചെറിയ ശീലം അവരുടെ രാവിലെകളെ വളരെ അടിപൊളിയാക്കുന്നുണ്ട്. അതാണ് നൈറ്റ് റീസെറ്റ് റൊട്ടീൻ. വെറും 10 മിനിറ്റ് മാത്രം വീട് മുഴുവൻ കഴുകി തുടയ്ക്കലല്ല, വലിയ ക്ലീനിങ്ങും അല്ല, പെർഫെക്റ്റ് വീട് ഉണ്ടാക്കാനുള്ള ശ്രമവുമല്ല. ഇന്നത്തെ ദിവസം അവസാനിക്കുന്നതിന് മുമ്പ് വീടിനെ ഒന്ന് ശ്വാസം വിടാൻ അനുവദിക്കുന്ന ഒരു ചെറിയ ശീലം മാത്രം. കാരണം വീടിനും ഒരു ദിവസം മുഴുവൻ ജോലി ചെയ്ത ക്ഷീണമുണ്ട്. രാവിലെ ചായ ഉണ്ടാക്കി, കുട്ടികളെ സ്കൂളിൽ വിട്ടു, വസ്ത്രങ്ങൾ അലക്കി, പാചകം ചെയ്തു, വൈകുന്നേരം വീണ്ടും എല്ലാവർക്കും ചായയും ഭക്ഷണവും ഒരുക്കി ദിവസം മുഴുവൻ നമ്മളോടൊപ്പം ഓടിയ വീടിനും രാത്രിയിൽ ഒരു വിശ്രമം വേണം. അതുകൊണ്ട് നമുക്ക് ഇന്ന് രാത്രി ഈ വീടൊന്ന് ഉറങ്ങാൻ തയ്യാറാക്കാം. ആദ്യം ഹാളിൽ നിന്ന് തുടങ്ങാം. സോഫയിൽ കിടക്കുന്ന തുണികൾ എടുത്ത് മടക്കി വെക്കാം. കുഷനുകൾ ഒന്ന് നേരെയാക്കാം. റിമോട്ട് അതിന്റെ സ്ഥാനത്ത് വെക്കാം. മേശപ്പുറത്ത് കിടക്കുന്ന ചായക്കപ്പുകളും കുപ്പികളും മാറ്റി വെക്കാം. കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ ഒരു കൊട്ടയിലാക്കാം. ഈ 1 മിനിറ്റ് കഴിഞ്ഞ് രണ്ടടി പിന്നോട്ട് മാറി ഹാളൊന്ന് നോക്കൂ. അതെ, അതേ വീടാണ്. പക്ഷേ എന്തോ ഒരു ശാന്തത വന്നതുപോലെ തോന്നും, അല്ലേ? അപ്പൊ വീട് വലുതായതുപോലെയും വെളിച്ചം കൂടിയതുപോലെയും മനസ്സ് ലഘുവായതുപോലെയും തോന്നും. കാരണം അലങ്കോലമായ കാഴ്ചകൾ മനസ്സിനും അലങ്കോലത തന്നെയാണ് കൊടുക്കുന്നത്. വൃത്തിയുള്ള കാഴ്ചകൾ മനസ്സിന് സമാധാനം നൽകുന്നു. പിന്നെ കസേരകളിലും കട്ടിലുകളിലും സോഫകളിലും കിടക്കുന്ന തുണികൾ എല്ലാം ഒരു ബാസ്ക്കറ്റിലേക്കോ അലക്കാനുള്ള കൊട്ടയിലേക്കോ മാറ്റിവെക്കാം. കാരണം ഒരു വീടിനെ അലങ്കോലമാക്കി കാണിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് ഈ തുണികൾക്കാണ്. വീട്ടമ്മമാരുടെ ഒരു വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? തുണികൾ ഒരിക്കലും തീരില്ല. ഇന്ന് മടക്കിയാൽ നാളെ വീണ്ടും വരും. പക്ഷേ രാത്രിയിൽ അവ കണ്ണിൽപ്പെടാത്ത സ്ഥലത്തേക്ക് മാറ്റിവെച്ചാൽ രാവിലെ മനസ്സ് കൂടുതൽ ഫ്രീ ആകും. ഇനി ഡൈനിങ് ടേബിളിലേക്ക് പോകാം. ടേബിളിൽ സാധനങ്ങൾ കൂട്ടിക്കൂട്ടി വെക്കുന്നത് നമ്മുടെ പതിവാണ്. മരുന്ന്, ബില്ല്, കത്തുകൾ, കുട്ടികളുടെ പെൻസിലുകൾ, വെള്ളക്കുപ്പി, ഇങ്ങനെയെല്ലാം മേശയുടെ മുകളിലായിരിക്കും. പക്ഷെ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് മേശ ഒന്ന് കാലിയാക്കൂ. ഒരു നനഞ്ഞ തുണി കൊണ്ട് മേശയൊന്ന് തുടച്ചെടുക്കൂ. രാവിലെ ആ വൃത്തിയുള്ള ഡൈനിങ് ടേബിളിൽ ഒരു ചായ കപ്പ് വെച്ചിരിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം അത് വേറെ തന്നെയാണ്. ഇനി അടുക്കളയിലേക്ക് പോകാം. വീട്ടമ്മമാരുടെ ഏറ്റവും വലിയ ശത്രു എന്താണെന്ന് ചോദിച്ചാൽ പലരും പറയും, രാവിലെ എഴുന്നേറ്റപ്പോൾ കാണുന്ന നിറഞ്ഞ സിങ്ക്. അത് കണ്ടാൽ തന്നെ ദിവസം തുടങ്ങുന്നതിന് മുമ്പ് ക്ഷീണം വരും. അതുകൊണ്ട് ഇന്നു മുതൽ ഒരു നിയമം വെക്കാം. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് സിങ്ക് കാലിയാക്കണം. എല്ലാ പാത്രവും കഴുകാൻ കഴിയുന്നില്ലെങ്കിൽ പോലും വലിയ പാത്രങ്ങൾ കഴുകി വെക്കാം. സിങ്ക് ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകി ഒരു തുണി കൊണ്ട് തുടച്ചെടുക്കാം. ഒരു ചെറിയ മെഴുകുതിരിയോ ഒരു നല്ല സുഗന്ധമുള്ള ഹാൻഡ് വാഷോ സിങ്കിനടുത്ത് വെക്കാം. രാവിലെ എഴുന്നേറ്റ് ആ വൃത്തിയുള്ള സിങ്ക് കാണുമ്പോൾ മനസ്സ് തന്നെ മാറിപ്പോകും. ഇനി കിച്ചൺ സ്ലാബ്, മിക്സി, കുപ്പികൾ, ഡബ്ബകൾ, സ്പൂണുകൾ എല്ലാം സ്ലാബിൽ നിരത്തി വെച്ചാൽ അടുക്കള ചെറുതായി തോന്നും. ജപ്പാനിൽ ഒരു ശീലമുണ്ട്, കൗണ്ട് റീസെറ്റ്. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് കഴിയുന്നത്ര സ്ലാബ് കാലിയാക്കാൻ വെക്കുക. കാരണം രാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അടുക്കളയിലാണ്. അതുകൊണ്ട് സ്ലാബിൽ കിടക്കുന്ന സാധനങ്ങൾ എല്ലാം അതിന്റെ സ്ഥാനത്തിലേക്ക് മാറ്റാം. സ്ലാബ് ഒന്ന് തുടച്ച് വൃത്തിയാക്കാം. ചായ മറിഞ്ഞ പാടുകൾ ഉണ്ടെങ്കിൽ അത് തുടച്ച് കളയാം. ഒരു ചെറിയ തുണി കൊണ്ട് സിങ്കിന് ചുറ്റും വെള്ളം തുടച്ചെടുക്കാം. അപ്പോൾ അടുക്കള പുത്തൻ പോലെ തോന്നും. ഇനി ഫ്രിഡ്ജിന് മുകളിലേക്കൊന്ന് നോക്കാം. അവിടെയും ചെറിയ ചെറിയ സാധനങ്ങൾ കൂട്ടിക്കിടക്കുന്നുണ്ടാവും. ഉപയോഗമില്ലാത്ത പേപ്പറുകളും കാലിയായ കുപ്പികളും മാറ്റിവെക്കാം. കാരണം ഓരോ ചെറിയ സ്ഥലവും വൃത്തിയാവുമ്പോൾ നമ്മുടെ മനസ്സിനുള്ള ഭാരം കുറയുന്നു. ഇനി തറയിലേക്കൊന്ന് നോക്കാം. തറ മുഴുവൻ തുടയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷേ കണ്ണിൽപ്പെടുന്ന ചെറിയ മാലിന്യങ്ങൾ, കളിപ്പാട്ടങ്ങൾ, ചെരുപ്പുകൾ, പേപ്പറുകൾ എന്നിവ എടുത്ത അതിന്റെ സ്ഥാനത്തേക്ക് വെക്കാം. വീടൊന്ന് നേരെയായാൽ മനസ്സും നേരെയാവും. അതൊരു വലിയ സത്യമാണ്.
കാരണം നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം കാണുന്ന കാഴ്ചകൾ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നു. ഇനി ബെഡ്റൂമിലേക്ക് പോകാം. കിടക്ക ഒന്ന് നേരെയാക്കാം. തലയിണകളോ ഒന്ന് ശരിയാക്കാം. അടുത്ത ദിവസം ഇടാനുള്ള വസ്ത്രം എടുത്തു വെക്കാം. വെള്ളക്കുപ്പി നിറച്ച് കിടക്കയ്ക്ക് അരികിലേക്ക് വെക്കാം. മൊബൈൽ ചാർജിൽ കുത്തിവെക്കാം. രാവിലെ ധരിക്കാനുള്ള ഡ്രസ്സ് തേടി അലമാര തുറന്ന് ടെൻഷൻ അടിക്കേണ്ട അവസ്ഥ ഒഴിവാക്കാം. കുട്ടികളുടെ സ്കൂൾ ബാഗ് റെഡിയാക്കാം. വെള്ളക്കുപ്പികൾ നിറച്ചു വെക്കാം. ടിഫിൻ ബോക്സുകൾ കഴുകി തുടച്ചു വെക്കാം. രാവിലെ ചായക്ക് വേണ്ട സാധനങ്ങൾ ഒന്ന് ഒരുക്കി വെക്കാം. ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണെന്ന് തോന്നും. പക്ഷേ രാവിലെ എത്രയോ ഓട്ടവും ടെൻഷനും കുറയും. വീട്ടമ്മമാർക്ക് ഏറ്റവും ആവശ്യം സമയം മാത്രമല്ല, മനസ്സിന് ഒരു ഇടവേള കൂടിയാണ്. ഈ നൈറ്റ് റീസെറ്റ് അത് തരുന്നുണ്ട്. കാരണം നമ്മൾ ദിവസവും വീടിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. പാചകം ചെയ്യുന്നു, വൃത്തിയാക്കുന്നു, അലക്കുന്നു, എല്ലാവരെയും നോക്കുന്നു. പക്ഷെ ഇതൊന്നും ആരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കാറില്ല. എന്നിട്ടും അടുത്ത ദിവസം വീണ്ടും അതേ സ്നേഹത്തോടെ എല്ലാം ചെയ്യാൻ നമ്മൾ എഴുന്നേൽക്കും. അതുകൊണ്ടാണ് ഈ 10 മിനിറ്റ് നിങ്ങളെക്കുറിച്ചുള്ള ഒരു സ്നേഹമാണ്, നിങ്ങളോടുള്ള ഒരു കരുതലാണ്. നാളെ രാവിലെ സന്തോഷത്തോടെ എഴുന്നേൽക്കാൻ ഇന്ന് രാത്രി നിങ്ങൾക്ക് സ്വയം കൊടുക്കുന്ന ഒരു ചെറിയ സമ്മാനമാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ വെറും 10 മിനിറ്റ് മാത്രം മാറ്റിവെക്കൂ. സോഫയൊന്ന് നേരെയാക്കൂ, തുണികൾ മാറ്റി വെക്കൂ, മേശ തുടയ്ക്കൂ, സിങ്ക് കാലിയാക്കൂ, സ്ലാബ് വൃത്തിയാക്കൂ, തറയിലെ ചെറിയ സാധനങ്ങൾ മാറ്റിവെക്കൂ. നാളേക്ക് ചെറിയ ഒരുക്കങ്ങൾ ചെയ്യൂ. പിന്നെ ലൈറ്റുകൾ ഓഫ് ചെയ്ത് സമാധാനത്തോടെ കിടന്നുറങ്ങൂ. നാളെ രാവിലെ കണ്ണു തുറന്ന് വീട് കാണുമ്പോൾ നിങ്ങൾ തന്നെ പറയും, ഇതുവരെ ഞാൻ എന്താ ഇത് ചെയ്യാതിരുന്നേ എന്ന്. കാരണം രാവിലെ സന്തോഷം തുടങ്ങുന്നത് രാത്രിയിലെ ഈ ചെറിയ 10 മിനിറ്റ് റീസെറ്റിൽ ആണ്. ഈ 10 മിനിറ്റ് നിങ്ങളുടെ വീടിനെയും നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ദിവസത്തെയും ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തെ പോലും മാറ്റിമറിക്കും. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.